ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാൽക്കപ്പയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഞാൻ കുറച്ച് മീൻ പൊരിച്ചതും പിന്നെ ഉള്ളിച്ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുന്നത് പാൽക്കപ്പയും ബീഫും കോമ്പിനേഷനാണ്. പക്ഷേ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കപ്പയുടെ കൂടെ മീനാണ്. ഞാനിവിടെ 750 ഗ്രാം കപ്പ എടുത്തിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തതാണ്. കപ്പ കുക്കറിലിട്ടിട്ടോ അല്ലാതെ വേവിച്ചെടുക്കാൻ ഞാൻ കുക്കറിലാണ് ഇടുന്നത്. വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് കപ്പ ഇട്ട് കൊടുത്തിട്ട് 3/4 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് 2 വിസിൽ വരുന്നവരെ അടച്ചു വെച്ചിട്ടുണ്ട്. കപ്പ ഞാൻ 3/4 ഭാഗം വേവാകുന്ന സമയത്താണ് എടുത്തത്. എന്നിട്ട് അതിലെ വെള്ളമൊക്കെ ഊറ്റിയിട്ട് കുറച്ച് ഭാഗം ഇങ്ങനെ ഉടച്ചെടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ഉടക്കുന്നില്ല, കുറച്ച് ഭാഗം മാത്രമേ ഉടച്ചെടുക്കുന്നുള്ളൂ. എന്നിട്ട് വേറൊരു കടായി വെച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അതിലേക്ക് 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 5-6 ചെറിയുള്ളി കട്ട് ചെയ്താണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 3 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കട്ട് ചെയ്താണ്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉള്ളിയും മുളകൊക്കെ ഓയിലിൽ നല്ലോണം മൊരിഞ്ഞതിന് ശേഷം ഉടച്ച് വെച്ച കപ്പ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് മാത്രമേ ഉടച്ചെടുത്തിട്ടുള്ളൂ. ഇത് വേണമെങ്കിൽ നല്ലോണം ഉടച്ചിട്ട് പേസ്റ്റ് പോലെ ആക്കാം, പക്ഷെ ഇങ്ങനെ കഴിക്കാനാണ് ടേസ്റ്റ്. കപ്പയും ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ 2 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. അധികം കട്ടിയല്ലാത്തതും നേരിയതല്ലാത്ത പാൽ, ഒരു മീഡിയം തിക്നെസ്സുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലോണം മിക്സാക്കിയതിന് ശേഷം രണ്ടാമത്തെ പോർഷനും കൂടി പാൽ ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാൽ ഫുള്ളായിട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് കുറച്ചായിട്ടാണ് ഒഴിച്ചത്. എന്നിട്ട് ഇത് കുറച്ച് നേരം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കപ്പ അതിൻ്റെ അകത്തുനിന്ന് വെന്ത് വന്നോളും. അന്നേരമാണ് കൂടുതൽ ടേസ്റ്റ്. ഇതാ 2-3 മിനിറ്റിന് ശേഷം കപ്പൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. തേങ്ങാപ്പാലിൽ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് സൈഡ് ഡിഷായിട്ട് ഫിഷ് ഫ്രൈ ആക്കുന്നുണ്ട്. അതിൻ്റെ മാരിനേഷനൊന്നും കാണിക്കുന്നില്ല. ഞാൻ ഉപ്പും മഞ്ഞളും കാശ്മീരി ചില്ലി ഇട്ടിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തതാണ്. പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ട് അതിലേക്ക് ഫിഷ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫിഷ് ഇടയ്ക്കെല്ലാം തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുക. ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഒരു 10-15 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഒന്നിൽ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുക, അത് കുറച്ചും കൂടി ഈസിയാവും. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓരോ ഉള്ളി എടുത്തിട്ട് ഇങ്ങനെ ചതച്ചെടുക്കുന്നുണ്ട്. പിന്നെ കാന്താരി മുളക് ഉണ്ടെങ്കിലായിരിക്കും കൂടുതൽ ടേസ്റ്റ്. എനിക്ക് കാന്താരി മുളക് കിട്ടാത്തതുകൊണ്ട് ഞാൻ 5-6 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. എരിവിന് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർക്കുക പച്ചമുളക്. മുളക് കൂടെ ചതച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചമ്മന്തിയിൽ ഒന്നുകിൽ പുളിയിടാം, വാളൻ പുളി ഉണ്ടല്ലോ, അതും ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചെറുനാരങ്ങയും സ്ക്വീസ് ചെയ്ത് കൊടുക്കുക, ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 ചെറുനാരങ്ങയാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഉള്ളിച്ചമ്മന്തി റെഡിയായി. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ ഉള്ളിച്ചമ്മന്തി. ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. കപ്പൻ്റെ കൂടെ മാത്രമല്ല കോമ്പിനേഷൻ. ഇനി ഇതൊക്കെ ഒരു പ്ലേറ്റിലേക്ക് വിളമ്പാം. ഫസ്റ്റ് കപ്പ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നേരത്തെ കുറച്ച് വാട്ടറി ആയിരുന്നു, ഇപ്പോൾ കുറച്ചുകൂടെ തിക്കായി വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നേരത്തെ പൊരിച്ച് വെച്ച മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉള്ളിച്ചമ്മന്തിയും പിന്നെ കുറച്ച് നാരങ്ങ അച്ചാറും, നാട്ടിൽ നിന്ന് കൊടുത്തിട്ട അച്ചാറാണിത്. ഇതൊക്കെ ചേർത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം.
ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞാൻ വരും. എന്തായാലും സപ്പോർട്ട് ചെയ്യണം. അതുവരെ ടാറ്റ, ബൈ ബൈ.